സ്വാഗതം. ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്നും അതുപോലെ 51 അക്ഷരങ്ങളിൽ ഇന്ന് ക്ഷേത്രജ്ഞാദേവിയാണ്. ദേവിയുടെ സന്ദേശം: ശരീരമാണ് ക്ഷേത്രമെന്ന് ചിന്തിക്കുകയും അതിലെ പരിശുദ്ധ ഊർജമാണ് ദേവതയെന്നും തിരിച്ചറിയുക. ഈ ശരീരമാണ് ക്ഷേത്രമെന്നും അതിനുള്ളിലെ പരിശുദ്ധമായ ഊർജമാണ് ദേവത എന്നും നമ്മൾ തിരിച്ചറിയണം എന്നാണ് പറയണത്. ഇത് തന്നെയാണ് ക്ഷേത്രങ്ങളിലെ പ്രാണപ്രതിഷ്ഠ. ക്ഷേത്രങ്ങളിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് തന്ത്രിമാരാണ് പ്രാണപ്രതിഷ്ഠ ചെയ്യുക. അതുകൊണ്ടാണ് ആ ദേവതയുടെ പിതാവായിട്ടാണ് ഈ തന്ത്രിയെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഈ പരിശുദ്ധമായ ഊർജം. അപ്പോൾ ഉള്ളിലെ നമ്മൾ ആ ഇന്നർ ശക്തിയെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ സാധനകൾ ചെയ്യണം. മെഡിറ്റേഷൻ പോലെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരിക്കുന്ന ആ ഊർജത്തെ നമുക്ക് കാണാനും കഴിയും. അത് ആ ദേവതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ദേവനിൽ നിന്ന് നമുക്ക് ഗൈഡൻസ് കിട്ടും. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറത്തൊന്നുമില്ല, പുറം മായാലോകമാണ്. ഉള്ളിലാണ് ഈ ആന്തരികമായ ശക്തി. അപ്പോൾ ആ ശക്തിയെ ഉണർത്താൻ വേണ്ടി മെഡിറ്റേഷൻ പോലെയുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ചാൽ നമ്മുടെ ആന്തരിക ശക്തി നമുക്ക് വളർത്തിയെടുക്കാനും അതിലൂടെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഗൈഡൻസും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ദേവി പറയുന്നത്, നമ്മുടെ ശരീരമാണ് ക്ഷേത്രം, അതിനുള്ളിലുള്ള പരിശുദ്ധമായ ഊർജമാണ് ദേവത എന്ന് തിരിച്ചറിയുക. വളരെ നല്ല സന്ദേശമാണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.